ദിവസങ്ങളിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത് കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്ന രക്ഷയാണ്. രാവിലെ സംഘത്തിൽക്കാരൻ പറഞ്ഞ പോലെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. അവൻ എന്നെ രക്ഷിച്ച് തൻ്റെ മകനാക്കി തീർത്ത ഹല്ലേലൂയ ഓർമ്മ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു സ്റ്റാൻസ് പാടി കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ തൻ മകനാക്കി നീ വൻ ക്ഷമയേകി നീ സ്വാതന്ത്ര്യമേകിയതിനാൽ. ഹല്ലേലൂയ. പാട്ടുകാരന് പ്രകാരമാണ് പാടുന്നത്. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. ഹല്ലേലൂയ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. തൻ മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. തൻ മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു ക്രൂശിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവാ ജീവിച്ച നാളിലും നീ എന്നെ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ. രക്ഷ നമുക്ക് ദാനമായി നൽകി തന്ന കർത്താവ് അത് കൃപയാലാണ് നൽകി തന്നത്. ഹല്ലേലൂയ. അവന്റെ തിരുകൃപയിൽ നമുക്ക് രക്ഷദാനമായി നൽകി തന്ന മക്കളെന്ന പദവിയോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, പുത്രത്വത്തിന്റെ സ്വീകാരത്തോടെ വരുവാൻ, കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, കൃപാസനത്തിലേക്ക് ഓടി വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you, Lord. Thank you, Lord. We worship you. We worship you, Lord. We worship you, Lord. We worship you. Hallelujah. കർത്താവേ, ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു ഞായർ പകലുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യം നിർത്തണമേ. അങ്ങയുടെ നാമത്തെ സർവത്തിന് ഉപരിയായി ഉയർത്തണമേ. എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവരെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വന്ദിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങൾ അനുഭവിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മഹത്വത്തിൽ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചവരായി നാം പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ സമയത്ത് പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുന്നോട്ട് കയറിയിരുന്നാൽ, ഇന്ന് സഭായോഗത്തിൻ്റെ ഒടുവിൽ പ്രിയ ജോബിയുടെ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ കൂടുതൽ ഗസ്റ്റ് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. മുന്നോട്ട് കയറിയിരുന്നാൽ അത് പിന്നാലെ വരുന്നവർക്ക് സൗകര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്തോത്രം. നമുക്ക് സങ്കീർത്തന ഭാഗം 19, സാം നമ്പർ 19. ദൈവത്തിൻ്റെ പ്രവൃത്തികളും അവൻ്റെ വചനത്തിൻ്റെ വലുപ്പവും വർണ്ണിക്കുന്ന അനുഗ്രഹപ്പെട്ട സങ്കീർത്തനം സാം നമ്പർ 19. അത് വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 19. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാകുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. സ്വമേധ പാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതഗ്രഹീതനും ആയിരിക്കും. ചേർന്ന് വായിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ രണ്ട് നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ഒന്ന്, തൻ്റെ പ്രവൃത്തിയിലൂടെ താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട്, തൻ്റെ വചനത്തിലൂടെ താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് വെളിപ്പാടുകൾ ഒരു മനുഷ്യന് ലഭിക്കുമ്പോൾ അവൻ ചെയ്യുന്നതാണ് അവസാനത്തെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, എൻ്റെ പാവങ്ങളെ അകറ്റി എന്നെ കാക്കണേ, അവ എൻ്റെ മേൽ വാഴരുതേ. എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കും. അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ, ദൈവമാരാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്ന് രാവിലെയും രണ്ട് പാട്ട് പാടാൻ വേണ്ടിയല്ല നാം വന്നേക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അത് പാട്ടുകളിലൂടെയും ഹല്ലേലൂയ സാക്ഷിവചനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി മാറും. ഇംഗ്ലീഷിൽ 14-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത്, പഴയ നിയമത്തിൽ യാഗത്തോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്നത് വാക്കാണ്. എന്തറിയാമോ? ബി അക്സെപ്റ്റബിൾ ഇൻ യുവർ സൈറ്റ്. പഴയ നിയമത്തിൽ അതാ ദൈവത്തിന് പ്രസാദമായ യാഗം. പുതിയ നിയമത്തിൽ റോമാലേഖനം 12 ഇതേ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, ബി അക്സെപ്റ്റബിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഇൻ ഗാഡ്സ് സൈറ്റ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ നമുക്കൊന്ന് കാണാം. ഏത് വെളിച്ചത്തിലാണെന്ന് അറിയാമോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ. ഈ ദൈവം ആരാണെന്നുള്ള ബന്ധത്തിൽ. അവൻ ആരാണ്? അവൻ സൃഷ്ടാവായ ദൈവമാണ്. തൻ്റെ സൃഷ്ടിയിലൂടെയും അവൻ തൻ്റെ വെളിപ്പാട് നൽകിയിട്ടുണ്ട്. തൻ്റെ വചനത്തിലൂടെയും തൻ്റെ വെളിപ്പാട് താൻ നൽകിയിട്ടുണ്ട്. ആ വലിയ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? തൻ്റെ പുത്രനെ നമുക്ക് ദാനമായി നൽകി തന്നു. ആ പുത്രൻ തൻ്റെ നീതിയുടെ വസ്ത്രത്താൽ നമ്മെ ധരിപ്പിച്ച് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഏക കാരണം അവൻ്റെ നീതിയുടെ വസ്ത്രമാണ് നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം, ഹല്ലേലൂയ, ആ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം ആദ്യം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവസ്നേഹം ചൊല്ലാൻ ആവില്ലെനിക്ക്, വർണ്ണിച്ചത് തീർക്കാൻ നാവില്ലെനിക്ക്. ആ സ്നേഹത്തിൻ്റെ വലുപ്പം, ആഴിയിലും ആഴം ദൈവത്തിൻ്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ആഴിയിലുമാഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലുമാഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം.
പരിപാലനത്തെ ഓർത്ത്, അവന്റെ വിശ്വസ്തതയെ ഓർത്ത്, അവന്റെ കരുണയെ ഓർത്ത്, അവന്റെ രക്ഷയെ ഓർത്ത്, അവൻ നമ്മെ രക്ഷിച്ചതോർത്ത്, നീതീകരണം നൽകിയതോർത്ത്, വിശുദ്ധീകരിക്കുന്നതിനായി തേജസ്കരിക്കുമെന്നുള്ള വാഗ്ദത്തം തന്നതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആ സ്നേഹമത്രയോ വലിയതെന്ന് ഓർക്കാം. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Hallelujah, we praise the Lord. Hallelujah, 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 hallelujah. ഫിലിപ്പിലേഖനത്തിൽ പ്രകാരമാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും ഈ എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നാം ഇന്ന് സ്വതമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ നാമത്തെ ഉയർത്തുകയാണ്. ആ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമം അത് മധുരിമ നാമം, അത് ഇണയില്ലാ നാമം, അത് ഇമ്പനാമം. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ആ ഭക്തിയിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. ഓ യേശുവിൻ നാമം മധുരിമ
Hallelujah. We praise you, Lord. We praise you, Lord. We thank you, Lord. We love you, Lord. ഞങ്ങളെ ആരാധിക്കുന്ന നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. എത്ര മഹാത്ഭുതം യേശുവിന്റെ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. Praise you, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. മുഴങ്കാലുകളെല്ലാം മടങ്ങിയിടുന്ന നാമം, ഏവരും ഒരുപോൽ വണങ്ങിയിടുന്ന നാമം, അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. നാമത്തിന്റെ ശക്തി, ആ നാമത്തിന്റെ ബലം, ആ നാമത്തിന്റെ ഹല്ലേലൂയ നീതീകരണം പ്രാപിച്ചവരാണ് നാം. രാവിലെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you, Lord. ഞങ്ങളെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്തുതികളുമേൽ വസിക്കുന്നവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ. എണ്ണമില്ലാ ദൂതന്മാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവായ പരിശുദ്ധനായ ദൈവത്തെ ഇന്ന് രാവിലെയും അപ്പായെന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാവിലെ ഭാഗ്യം ലഭിച്ചവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Praise you, Lord. We love you, Lord. Hallelujah. Praise you, praise you, praise you, praise you, praise you, praise you, praise you. Hallelujah, 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 hallelujah. എത്ര മഹാത്ഭുതം യേശുവിന്റെ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിയിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിയിടും നാമം, അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ആ നാമത്തിന്റെ ശക്തിയാണ് നമ്മെ ഇന്ന് ദൈവസാന്നിധ്യം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. രാവിലെയും ആ നാമത്തിന് മുമ്പിൽ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ജോസ് പാസ്റ്റർ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Yes, Lord. Hallelujah. Yes, Lord. സ്തോത്രം സ്തോത്രം. Yes, Lord. Yes, Lord. Yes, Lord. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ ആമേൻ. മഹത്വത്തെ വർണ്ണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. യെസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം. യെസ് ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല വചനങ്ങളെ അടിയങ്ങൾക്ക് തരണമേ. ആദ്യോടത്തെ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ. എന്തെല്ലാം പ്രോഗ്രാം ഈ സമയങ്ങളിൽ നടക്കുന്നു അതെല്ലാം ദൈവനാമമഹത്വത്തിനായി തീരുവാൻ, ദൈവം പ്രസാദിക്കുവാൻ. ആമേൻ ആമേൻ. ഇരിക്കാമല്ലോ, എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ദൈവപാദപീഠമായിരിക്കുന്ന സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗസ്റ്റായിട്ടൊക്കെ നമ്മുടെ മധ്യത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. കടന്നു വന്ന എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. സോ ബിഫോർ ഐ ഗോ ഫർദർ, let me call our youngsters.
2:21. For you were called because Christ has suffered for us, leaving us an example that you must follow his steps. In him we have redemption through his blood, the forgiveness of sin according to the riches of his grace. For Ephesians 1 verse 7. Oh, satisfy us early with your mercy, that we may rejoice and be glad all our days. Ephesians 1 verse 7. In him we have the redemption through his blood, the forgiveness of sin according to the riches of his grace. Ephesians 2, verse 4 and 5. But because of his great love for us, and God, who is rich in mercy, made us alive with Christ, even when we were dead in transgressions. It is by grace you have been saved. Let us not become weary in doing good, for at the proper time we will reap a harvest if we do not give up. Therefore, as we have opportunity, let us do good to all people, especially to those who belong to the family of believers. Galatians 6, verse 9 and 10. Romans 4, verse 5. But to the one who does not work, but believes in him who justifies the ungodly, his faith is credited as righteousness. Lord, do not be anxious, but in everything, by prayer and supplication with thanksgiving, let your requests be made known to God. And the peace of God that surpasses all understanding will guard your hearts and minds through Christ Jesus. Philippians 4, verse 6 and 7. Ephesians 2, verses 4 and 5. But because of his great love for us, God, who is rich in mercy, made us alive with Christ, even when we were dead in transgressions. It is by grace you have been saved. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബെറ്റ്സൽ ബ്രദർ പ്രാർത്ഥിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ആദ്യം ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഒന്നിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായെന്ന് പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിലും ദൈവസഭയിലുമാണ് വളരുന്നത്. ദൈവിക ജ്ഞാനം, ഡിവൈൻ വിസ്ഡം ദൈവർക്ക് കൊടുക്കട്ടെ. ആത്മാവിൽ ബലപ്പെടാൻ കൃത്യമായി ഇടകാട്ടെ. ദൈവകൃപയിൽ നിൽപ്പാൻ കർത്താവിടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവസഭയിൽ അവർ വളരുമ്പോൾ ദൈവവചനമാണ് അവർ റിസൈറ്റ് ചെയ്തത്, കാണാതെ പഠിച്ച് പറയുന്നത്. അത് ഉൾനട്ട വചനമായി തീരുവാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം തന്ന ദാനങ്ങളാണല്ലോ. ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ. പ്രിയ ബെറ്റ്സൽ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. സ്തോത്രം. Thank you, Jesus. Amen. Thank you. God bless you. ഒരിക്കൽ കൂടെ എല്ലാവർക്കും, സൂമിലായിരിക്കുന്ന വാട്സിലെ പ്രിയപ്പെട്ടവർക്കും, ഡാലസിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ സിറ്റിയിലെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും, ഈ ആലയത്തിലായിരിക്കുന്നവർക്കും ദേവദാസന്മാർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പോകുകയാണ്, സമയം വളരെ മുമ്പോട്ട് പോയല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ ഒന്ന് വായിക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിക്കുവീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും
വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവേൻ എന്നവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 38-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് അവൻ പറഞ്ഞു. Then he said to them, my soul is exceedingly sorrowful, even to death. Stay here and watch with me. ഒരു വാക്യം കൂടെ. Stay here and watch with me. 1 Corinthians. 1 Corinthians chapter 15, verse 10. Amen. But by the grace of God, I am what I am. And his grace toward me was not in vain. But I labored more abundantly than they all. Yet not I, but the grace of God which was with me. എന്നോട് കൂടെയുള്ള ദൈവകൃപ. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ച വിഷയം ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. യെസ്, ഈസ്റ്റർ ടു പെന്തക്കോസ്റ്റ്. ഫ്രം ദ ഈസ്റ്റർ ടു ദ പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് സൺഡേ ആയതുകൊണ്ടാണ് ആ വിഷയം എടുത്ത് ഞാൻ സംസാരിച്ചത്. എന്നാൽ അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് എടുത്ത അതിൻ്റെ കൺക്ലൂഷനിലേക്ക് ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. So my topic is stay here and learn with me. എൻ്റെ അടുക്കലിരുന്ന് എന്നോട് ചേർന്ന് പഠിക്കണം. വല്ലതും പഠിക്കണമെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കണം. സ്തോത്രം. അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പാപ്പച്ച സാക്ഷ്യം പറഞ്ഞുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ. ഗുരുവിനോട് ചേർന്ന് പഠിക്കേണ്ട പാഠങ്ങൾ. ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഓർക്കത്തില്ല. ഞാൻ കൊണ്ടാണല്ലോ ഈ പടങ്ങാടി പ്രസംഗമൊന്നുമില്ല ഇത്. ചിലർക്ക് വേണ്ടതുപോലെ കേൾവി, ഞങ്ങൾ പ്രായമുള്ള പലരുണ്ടല്ലോ, വേണ്ടപോലെ കേൾവിയില്ലാത്തവരുണ്ട്, ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാകാത്തവരുണ്ട്. അങ്ങനെ പലരുള്ളതുകൊണ്ടാണ് ഇത് എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇത് നോക്കണം, അല്ലെങ്കിൽ ഇത് നോക്കണം. എന്തെങ്കിലും നോക്കിയിട്ട് പറയുന്നതൊന്നും കേട്ട് മനസ്സിലാക്കിയിട്ട് പോകാവുള്ളൂ. ലൈഫ് ലെസൺ ഫ്രം ദ ലൈഫ് ത്രട്ടനിങ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പഠിക്കേണ്ട പാഠങ്ങൾ. ഒരു സഹോദരൻ പറയാം. ക്രിസ്ത്യ ജീവിതം ഒരു യാത്രയാണ്. ലൈഫ് ഈസ് എ ജേർണി. യാത്രയെന്ന് പറയുമ്പോൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഇടയ്ക്ക് നിന്നു പോയാൽ യാത്ര വിഘ്നമായിത്തീരും. ആത്മീയ ജീവിതത്തിൽ വാക്യമുണ്ട്, വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കാൻ, വീഴാതിരിപ്പാൻ ഒന്നും ചെയ്യേണ്ട ഒറ്റ ടെക്നിക്കേ ഉള്ളൂ, പുത്രനെ ചുംബിക്കണം. ഹല്ലേലൂയ. ഈ യാത്രയിൽ താഴ്വരയുണ്ട്, കുന്നുകളുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, കണ്ണീരുണ്ട്, സന്തോഷമുണ്ട്. ഇതെല്ലാം സമ്മിശ്രമായൊരു യാത്രയാണ് ക്രിസ്ത്യ ജീവിതം. കർത്താവിനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അവന് പാളയത്തിൻ്റെ പുറത്ത് നിന്ന ചുമന്നവൻ്റെ പിന്നാലെയാ ഇറങ്ങിപ്പെട്ടിരിക്കുന്നത്. അവൻ മാത്രമാണ് നമുക്ക് മാതൃക. അവൻ മാത്രമാ പറഞ്ഞത് കഷ്ടങ്ങൾ ഏറ്റവൻ്റെ പിന്നാലെ പോകാൻ. ഒരു ലീഡറും അങ്ങനെ പറയത്തില്ല കേട്ടോ. കാരണം അവർക്ക് തന്നെ അറിയത്തില്ല എവിടെ പോയി അവസാനിക്കുമെന്ന്. അതാ അതിന് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ
ടി വന്നു, ടിക്കറ്റ് ചോദിച്ചു, ടിക്കറ്റില്ല, കാണുന്നില്ല, ടിക്കറ്റില്ല, കാണുന്നില്ല. ഒത്തിരി തിരക്കി. ടി പറഞ്ഞു ഞാൻ ഇപ്പം വരാമെന്ന് അങ്ങോട്ട് പോയി. തിരിച്ചു വന്നിട്ടും അങ്ങോട്ട് പോയ വഴിക്ക് ടിയോട് ആരാണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ അത് ആരാണെന്ന്? അതാ ശാസ്ത്രജ്ഞനാ ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം ടിക്കറ്റില്ലാതൊന്നും യാത്ര ചെയ്യത്തില്ല. ടി തിരിച്ചു വന്നപ്പോൾ അന്നേരവും ഇദ്ദേഹം എന്ത് ചെയ്യുക? തപ്പുക. ടി പറഞ്ഞു നോ 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 സർ, ഡോണ്ട് വറി, കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ, ഐ നോ ഹൂ യു ആർ, എനിക്കറിയാം, അതുകൊണ്ട് വേണ്ട, തപ്പണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നോക്കണോ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എവിടെയാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് തപ്പുന്നെന്ന്. ഇതോടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല, ചുമ്മാ അത് കഥ പറയുന്നതുമല്ല. ഇവരൊക്കെ വലിയ ശാസ്ത്രജ്ഞരാകുന്നതുകൊണ്ട് പല കാര്യങ്ങൾക്ക് മറന്നുപോകും. നമ്മുടെ വി എ തോമസ് പാസ്റ്റർ ഭാര്യയും ഭർത്താവിൻ്റെ ഭാര്യ വരെ മറന്നു പോയിട്ട് പോയി ട്രെയിനിൽ കയറി പോയിട്ടുണ്ട്. അതൊക്കെ നടന്നു പോവാ. തിരുവല്ലായിൽ ഒന്നിന് ട്രെയിൻ വന്ന് പുള്ളി കയറിയൊക്കെ പോയി. അങ്ങനെ ചിന്താമണ്ഡലത്തിൽ ഇരിക്കുക, ഇതൊന്നും അറിയത്തില്ല പുള്ളി കൂടെ മറ്റേ പുള്ളിക്കകത്ത് കൂടെ ഉണ്ടെന്ന്. ഒന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ ശാസ്ത്രജ്ഞനും എങ്ങോട്ട് പോകുകയാണെന്ന് അവൻ അറിയത്തില്ല. നമുക്കറിയാമോ? അറിയണം. നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നൊരു ഭക്തനാണ് നമ്മൾ. പക്ഷെ ഇടയ്ക്ക് ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. അന്നേരം നമുക്കൊരു പാട്ടിൻ്റെ ശൈര്യം പാടാമോ? എന്താ ഭാഷ പാടാമോ? അത് തന്നെ. പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. ജീവൻ പോകുവോളം നിന്നോട് ചേർന്ന് നിൽപ്പാൻ. എന്നാന്നറിയാമോ? ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാനാ. അവൻ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. 3.5 വർഷം ഈ ഭൂമിയിൽ എന്തിന് താൻ വന്നോ ആ ശുശ്രൂഷ ചെയ്തു. 33.5 വർഷത്തിൽ അവസാനത്തെ 3.5 വർഷം. പുതിയ നിയമം ആരംഭിക്കുന്നത് ഒരു കുഞ്ഞാടിനെ പ്രസന്റ് ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിനെ അന്ധകാരത്തിന് വിടിവിച്ചതിൻ്റെ ഉദ്ദേശം കനാനിൽ ചെല്ലാനാ. പഴയ നിയമ വിശ്വാസിയെ കനാനിലേക്കാണ് വിളിച്ചതെങ്കിൽ പുതുനിയമ വിശ്വാസിയെ നിത്യകൂടാരത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്കിപ്പോൾ കനാനൊന്നുമില്ല. നമുക്ക് അവൻ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കനാനുണ്ട്. അവരെ വിളിച്ചത് മരുഭൂമിയിൽ ആരാധിക്കണമെങ്കിൽ നമ്മെ വിളിച്ചു അതിനു വേണ്ടിയാ. ജീവിതമാണ് ആരാധന. 2 പാട്ട് പാടുന്നതല്ല ആരാധന, ജീവിതമാണ്. ഓ ഹല്ലേലൂയ. എപ്പോഴും ക്രൂശിനെ ധ്യാനിച്ച് രക്ഷയ്ക്ക് കാരണമായ സ്നേഹത്തെ ഇന്ന് പകർക്കാൻ പാടുന്നതുപോലെ ഓർത്ത് അവന് ആരാധന അർപ്പിക്കാൻ ആത്മീയൻ എപ്പോഴും ബാധ്യസ്ഥനാണ്. 3 അന്ധകാരത്ത് വിളിച്ച് വേർതിരിച്ചത് ഉത്സവം ആചരിക്കാനാ. ഉത്സവം. ദൈവമക്കളെ എവിടെ കൂടിയാലും അവിടെ ശബ്ദമുണ്ട്, ഉത്സവമുണ്ട്. കാരണം ഉത്സവം അല്ലയോ ആരാധിക്കുന്നത്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ഘോഷം, സ്തോത്രത്തിൻ്റെ സ്വരം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കത്തില്ല. മുഖത്തും സന്തോഷം കാണും, സംസാരിക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം ചിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. 4 എന്തിനാണെന്നറിയാമോ മിസ്രൈമിൽ നിന്ന് വിളിപ്പിച്ചത്? മരുഭൂമിയിൽ യാഗമർപ്പിക്കാൻ. എന്തുവാ യാഗം? സമർപ്പണമാ.
പഴയ നിയമത്തിലെ കാളയും ആടും നമുക്ക് വേണ്ട. പുതിയ നിയമത്തിലെ സമർപ്പണം നമ്മെ തന്നെ, 12:1 റോമർ, നമ്മെ തന്നെ സമർപ്പിക്കുന്ന യാഗമാ. ഇന്ന് പകൽക്കാലം ശരിക്ക് ആരാധിക്കുമ്പോൾ ഒരു ഭക്തൻ നമ്മെ തന്നെ കാണും. കാണേണ്ടവനെ കാണുമ്പോൾ ആരാധനയിൽ കാണേണ്ടവനെ കാണണം. ഒരു സ്ത്രീ വന്നപ്പോൾ കിണറ്റിൻ്റെ അരികിയിരിക്കുന്ന ഒരുവനെ കണ്ടു. ജഡദാഹമുള്ളവൻ, ആത്മദാഹമുള്ളവനെ കണ്ടു. കണ്ടിട്ട് തിരിച്ചുപോയി പറഞ്ഞെന്തെന്നറിയാമോ? ഇങ്ങോട്ട് വാ, നിങ്ങളെയൊക്കെ ഒരാളെ പരിചയപ്പെടുത്താൻ നിങ്ങൾ ആരെന്നോ പറയുന്നത്. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ആരെന്ന് എന്നോട് പറഞ്ഞ ഒരുവൻ. ശരിക്കുള്ള ആരാധനയിൽ സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ഈ പ്രസംഗിക്കുന്ന ഞങ്ങളോടും കേൾക്കുന്ന നിങ്ങളോടും ഒരുപോലെ സംസാരിക്കുമെന്ന ആ വചനം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ദൈവസാന്നിധ്യം ഇവിടെയുണ്ട്. 3.5 വർഷത്തെ ജീവിതയാത്രയിൽ ഗുരുവിൻ്റെ അനേക അത്ഭുതങ്ങൾ ചെയ്തു. യോഹന്നാൻ അത് അടയാളങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനേക കാര്യങ്ങൾ ചെയ്തു. പബ്ലിക്കിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ തൻ്റെ ശിഷ്യന്മാരായിരുന്നു അവൻ്റെ ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്നവർ അവൻ്റെ ഫോക്കസാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരും നമ്മെക്കുറിച്ച് കൺസേൺഡ് അല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരുവൻ കൺസേൺഡാ. എന്നെ ആരും വിചാരിക്കുന്നില്ല. ഉണ്ടെന്ന് നമ്മെ ഓർക്കുന്ന ഒരുവനുണ്ട്. എല്ലാവരും ഓർത്തിട്ട് അവൻ ഓർത്തില്ലെങ്കിലോ? അവൻ ഓർത്താൽ ആരും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം കാനാവിലെ കല്യാണ ദിവസം തുടങ്ങിയതാ. അടുത്ത 3.5 വർഷം ഈ ഭൂമിയിൽ പാർത്തു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. പിന്നെ അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു. കാനാവിലെ കല്യാണ ദിവസം വൻ കാര്യങ്ങളെല്ലാം നടത്തി. ഇതൊന്നും പബ്ലിക്കിന് ചെയ്തുവെങ്കിലും തിരുവചനം പഠിക്കുമ്പോൾ ഇതൊക്കെ ഓരോ ക്ലാസ്സസ് ആയിരുന്നു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. അവർക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഇനി സമയം പറഞ്ഞാൽ ഇന്നില്ല ഒട്ടും. ജോൺ 2:11 എന്തോ ലെസനാണ്? ലെസൺ ഇൻ ദ ഹൗസ്. വീട്ടിലായിരുന്നു തുടങ്ങിയത്. വീട്ടിലാ തുടങ്ങേണ്ടത്. ആരും മിണ്ടുന്നില്ല. വീട്ടിൽ തുടങ്ങിയെങ്കിലേ സഭയിൽ ശരിയാവത്തുള്ളൂ. വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന എവിടാന്നറിയാമോ ജോബി? വീട്ടിലാ. ആ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇന്ന് പകൽ സഭയിൽ കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ പാസ്റ്റർ റെവറൻഡ് ഡോക്ടർ ജോബിയാ. പിന്നീട് ആ മാത്യുമനും ജെയ്സനും ജോർജ് വറീസൊക്കെ വന്നു. ജോർജ് വറീസ് അല്ലല്ലോ, അത് തന്നെ. തെറ്റിപ്പോയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നേ. ഞാനതുകൊണ്ടാ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അവരുടെ പേർ കൈവച്ച് പ്രാർത്ഥിക്കണം. അവർ ദൈവത്തിന് വേണ്ടി വരണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ബാലൻ മതി. അതാര് കാണിച്ചു കൊടുക്കും? 1 വീട്. അങ്ങോട്ടുള്ള പോകുന്ന ഇന്ന് ഡെഡിക്കേഷൻ്റെ പ്രസംഗമല്ല ഇത്. 2 കഴിഞ്ഞ ആഴ്ച എന്തുവാ വീട്ടിൽ കാണിച്ചത്? അവിടെ നടക്കുന്ന ആ സദ്യയിൽ കുറച്ചുകൂടെ വീഞ്ഞു കൊടുക്കാൻ അല്ല അവൻ്റെ ഉദ്ദേശം. 11ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു ഇങ്ങനെ: അവന് ശിഷ്യന്മാർ അവനിൽ വിശ്വസിപ്പാനിടയായി. അപ്പൊ എന്തിനാണ് ചെയ്തത്? അടയാളം ചെയ്തത് അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം നാം അവൻ ആരെന്ന് മനസ്സിലായാലും ഉണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്, യേശു ആഗ്രഹിക്കുന്നത് കുറഞ്ഞ പക്ഷം ഞാൻ ആരെന്ന് എൻ്റെ ജനമെങ്കിലും അറിയണം. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം കൂടെ തന്നിട്ടും അവർ ശരിക്കും അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എന്നാലും എൻ്റെ യോനാച്ച ഇവൻ ആരാ? എൻ്റെ ഭാഷ കേട്ടോ, ഇല്ലയോ? അമരത്ത് കിടന്ന് തലവെച്ചുറങ്ങി തിരമാലകളും കോളും വന്നു, കൊടുങ്കാറ്റും തിരമാലയും വന്നു. യേശു എഴുന്നേറ്റ് അതിനെ ശാസിച്ചപ്പോൾ ഇവർ തമ്മിൽ പറയാ,
ഇവൻ ആരാ എന്ന് തുടങ്ങിയ യാത്ര കൂടെ. ഹല്ലേലൂയ. നമ്മൾ അവരെക്കാട്ടൊക്കെ മെച്ചമല്ലേ? ആന്നേ. ഇതുവരെയൊക്കെ ചോദിച്ചോ ഇയാൾ ആരാന്ന് ചോദിച്ചോ? ഇല്ലെന്നേ. നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആ, അവൻ യാത്ര തുടങ്ങുന്ന അവനെ ശരിക്കും അറിഞ്ഞു വേണം. അറിയാത്തവൻ ആ വഴിയിൽ നിന്ന് പട്ടുപോകുന്നത്. 2, ഇതൊന്നും വായിക്കേണ്ടതെല്ലാം കഴിഞ്ഞതാ. എ ലെസൺ അറ്റ് ദ മൗണ്ടൻ. ഇനി വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? പർവ്വതത്തിലേക്ക്. 5 ലെസൺസ് ഞാൻ പഠിപ്പിക്കുന്നത്, ബാക്കി ഒത്തിരി ഉണ്ട് കേട്ടോ. ആ, പർവ്വതത്തിൽ എന്തിനാ ചെയ്യുന്നറിയാമോ? എ ക്ലാസ് ഓഫ് ടെസ്റ്റിംഗ്. ഇവരാരാന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കിയാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. സ്തോത്രം പറയുന്നത് ശരിക്കാണോ അതോ സൂത്രത്തിലാണോ എന്ന് ദൈവം നോക്കും. ആ, എവിടെ പോയി ഞാൻ ജീവൻ വെക്കണമെന്നൊക്കെ പാടുന്നത് സൂക്ഷിച്ച് വേണം. അവൻ വിട്ടാൽ നീ അവിടെ നിൽക്കത്തില്ല. ആ, ചിലപ്പോൾ അയ്യോ എന്നെ കർത്താവിന് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കാൻ തയ്യാറാന്ന്. ഒരു പനി വന്നാൽ യോഗത്തിന് വരാത്ത ആളായി പറയുന്നേ. പറഞ്ഞു മനസ്സിലായോ? ആ, ലെസൺ. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും പറയുവാണ് നിങ്ങൾ ഇവർക്ക്. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് കണക്കൻ ഇങ്ങോട്ട് വന്നു. CPI ഒന്നോട് പഠിക്കുന്നത് ദയവ് ഇത്. അല്ല, ഇന്നത്തെ നമ്മുടെ ഏറ്റവും അതാണല്ലോ. വന്നിട്ട് പറയാ 200 ദിനാറുണ്ടെങ്കിൽ അല്പം. അങ്ങനൊന്നും അല്ല, നീ കൂട്ടുന്നൊക്കെ തെറ്റാതൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പലതിനും മിണ്ടാതിരിക്കുന്നത് അതിലപ്പുറം അറിയാവുന്നതുകൊണ്ടാണ്. സ്തോത്രം. 200 കാശിന് ഇത് പറ്റത്തില്ല കണക്ക് കൂട്ടിയപ്പോൾ നിന്റെ കണക്ക് കൂട്ടലിൻ്റെ അപ്പുറത്ത് പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ ക്ലാസ്സിലെ ഗുരുവാ. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നീ ചിന്തിക്കുന്നതിലപ്പുറമായി ചെയ്യാൻ കഴിവുള്ള ഒരുവനെ പിൻപറ്റുന്നത്. നമ്മൾ ചിന്തിച്ചാൽ എത്ര, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എത്ര നോക്കിയാലും ഇപ്പം നോക്കിയാൽ ആ വാതിൽ വരെ എൻ്റെ കണ്ടെത്തത്തുള്ളൂ. ഞാൻ ഈ ബിൽഡിങ്ങിൽ മേളിൽ കയറിയാൽ സ്റ്റാഫോട് കുറച്ച് കാണാം. ഡൽഹിയിലെ കുത്തബ് മിനാറിന് മേളിൽ കയറിയാൽ ആഗ്ര വരെ കാണാം. മൗണ്ട് എവറസ്റ്റ് കയറിയാൽ ചൈനയോ അല്ലെങ്കിൽ ചുറ്റുപാടും കാണാം. എന്നാൽ നമ്മുടെ ദൈവം ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അവന് മാത്രമേ ആരംഭം മുതൽ അവസാനം വരെ അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറിയ ജീവിതത്തിൽ എവിടെ ആരംഭിക്കുന്നു എവിടെ അവസാനിക്കുന്നു എന്തെല്ലാം വിഷയമല്ല. ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ കണ്ടിരുന്നതുകൊണ്ട് നിത്യകൂടാരത്തിലും ഞാൻ കാണുമെന്ന് അവനറിയാം. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ചുമ്മാതെ പൊട്ടിക്കിളിച്ചു വന്നതല്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ദൈവസഭയിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകട്ടെ. ടെസ്റ്റിംഗ്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കുന്നറിയാമോ? അല്പാൽപ്പം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തുപോലെ കൊടുത്തു? വേണ്ടുവോളം കൊടുത്തു. വേണ്ടുവോളം കൊടുത്തിട്ട് ബാക്കി എത്ര? 12 കൊട്ടയും. ഈ പുള്ളിക്കാരനും ഒരു കെട്ട എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് അല്പം അല്ലല്ലോ ചിന്തിച്ച് കാണും. നമ്മുടെ ചിന്തയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തെയാ. എ ലെസൺ അറ്റ് ദ റോഡ് സൈഡ്. നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോഴാണ് രണ്ടുപേർക്ക് പറയാൻ സാവകാശം കിട്ടുന്നത്. അല്ലെങ്കിൽ ചില വിഷയമുണ്ടാകുമ്പോൾ പറയണ്ടാത്തവരും പറഞ്ഞു തുടങ്ങും. മനസ്സിലായവർക്കായി സ്തോത്രം. പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവനിങ്ങനെ അന്ധനായി പിറക്കാൻ എന്താ കാര്യം? ചോദ്യമാണ്. എന്താ ഇത് കേട്ടിട്ട് വേണം ഇവരെ സൗഖ്യമാക്കാൻ? അതാണോ? എന്നാ ഒരു വീട് വെച്ച് കൊടുക്കാൻ? നോ.
പാരമ്പര്യമായി ഇവന്റെ പേരുള്ള ശാപമാണ് സ്ഥിരീകരിക്കാനാ. ഇതെന്നേ പോയി ആരും അറിഞ്ഞില്ല, നമ്മുടെ കാര്യമാണ് പറഞ്ഞു. യേശു അതിന് മറുപടി ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. നിങ്ങൾ ഇതുകൊണ്ടല്ല ഇത് പറയുന്നത്, അങ്ങനൊന്നും ചോദിച്ചില്ല. അതൊന്നുമല്ല കുഞ്ഞുങ്ങളെ, ഇറ്റ്സ് എ ക്ലാസ് റൂം. വീട്ടിൽ നിന്ന് തുടങ്ങി മലമുകളിൽ ചെന്നു, റോഡ് സൈഡിൽ പഠിപ്പിക്കുക. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരെയും ക്രിറ്റിസൈസ് ചെയ്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കാനുണ്ടോ? വിശ്വസിക്കാൻ ഇന്നു പകൽ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ തലമുറയിൽ ഒരു വിഷയമുണ്ടായത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കണം. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന് സമയമുണ്ട് കേട്ടോ, ദൈവത്തിന് സമയമുണ്ട്. പക്ഷേ ഇന്നയോളം നിർത്തിയത് അവനാണെങ്കിൽ ഇനിയും നിർത്തുവാനും അവൻ വിശ്വസനാ. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കുമ്പോൾ എനിക്ക് പറയുന്നത്, അവനെ വീട്ടുകാരും നാട്ടുകാരും പുറത്താക്കി എന്ന യേശു അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആരെക്കുറിച്ച് കൺസേൺഡ് ആണോ അവരെക്കുറിച്ച് അറിയുന്നവരൊരുവനുണ്ട്. അതെ, മനസ്സിലാവുന്നുണ്ടോ? അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടെന്നേ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, നീ ഒറ്റയ്ക്കല്ല. നിന്റെ സാഹചര്യത്തിൻ്റെ മധ്യേ നിന്നെ അറിയുന്നവൻ നിന്റെ അടുക്കൽ വരും. ഞാൻ മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്തത് എ ലെസൺ ഇൻ ദ സീ. ഇതുവരെ കരയിലൊക്കെ ആയിരുന്നു, ഇനി കടലിലോട്ട് പോവാ. നിങ്ങൾക്കത് വിഷയം അറിയാവുന്നതാണ്. എന്നറിയാമോ? അത് ഇച്ചിരി ലൈഫ് ത്രട്ടണിങ്ങാണ്. കരയിലൊക്കെ വീട്ടിലും മലമുകളിലും പിന്നെ റോഡ് സൈഡിലുമൊക്കെ ഇതെവിടാ എപ്പോഴും മുങ്ങാൻ സാധ്യതയുണ്ട്. ആരാ പറഞ്ഞു വിട്ടത്? അവനവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. എന്തിനാ ഈ നിർബന്ധിച്ച്? അവര് പോയി എന്ന് പറഞ്ഞ് രസമുണ്ടായിരുന്നു. ഇവൻ പുരുഷാരത്തെ ഗുരു തന്നെ പറഞ്ഞയച്ചു. ഗുരു പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരെ പടയിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. എന്താ കാര്യം? അവിടെ ഒരു ക്ലാസ് റൂമുണ്ട്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയാമോ? ഇതുവഴിയൊക്കെ കടന്നു പോകുന്നവർക്കായി സ്തോത്രം. അവിടെ ചില സാഹചര്യങ്ങൾ അവൻ കൂടെയുണ്ട്, ചില സാഹചര്യങ്ങൾ അവൻ കൂടെ ഇല്ലെന്ന് തോന്നും. ഇപ്പോഴാരില്ല കൂടെ? കർത്താവില്ല. ക്ലാസ് റൂമിൽ പിള്ളേരെ ആക്കിയിട്ട് ടീച്ചർ ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നേ. എന്തോ പഠിക്കാനാ, ആര് പറയാനാ, എന്തോ ചോദിക്കാനാ, സംശയം ആരോട് ചോദിക്കും? നിങ്ങൾക്ക് അപ്പോഴേ എങ്ങനെയെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഒരാൾ പോലും അടുത്തില്ലല്ലോ കർത്താവേ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ. ഈ സിറ്റുവേഷനിൽ ഒരാളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ വിഷയം ഷെയർ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ, ഉണ്ട്. അവൻ പോലും പടകിലില്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഉണ്ടെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, അവൻ ഉണ്ടെങ്കിലും അവൻ ഇല്ലെങ്കിലും അവൻ അറിയുന്നു. അവൻ പടകിൽ ഉണ്ടെന്ന് തോന്നിയാലും അവൻ പടകിൽ ഇല്ലെന്ന് തോന്നിയാലും അവൻ അറിയുന്നുണ്ടെന്നേ. കാരണം അവിടെ എഴുതിയിരിക്കുന്ന അവൻ മലമുകളിലേക്ക് പോയി പ്രാർത്ഥനയ്ക്ക്. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന ഒരു വ്യാഖ്യാനം, അവൻ അവിടെ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയെങ്കിൽ ഇന്ന് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയിരിക്കുക. അങ്ങനെ വാക്യമില്ലേ? ഉണ്ടെന്നേ. ഞാൻ ഇന്നയോളം വന്നത് എൻ്റെ കഴിവൊന്നുമല്ല, അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്നത് കൊണ്ടാണ്. നിങ്ങളും നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്ന ഒരുവൻ അവിടെയുണ്ട്. അവൻ മാത്രമാണ് മധ്യസ്ഥൻ. അനങ്ങ് വിചാരിക്കുക, ഈ ശിഷ്യന്മാരെ പറഞ്ഞതിന് ശേഷം ഇവരുടെ യാത്രയ്ക്ക് വേണ്ടിയായിരിക്കാം അവൻ വേണ്ടി പ്രാർത്ഥിച്ചത്.
പരിചയമില്ലാത്ത സാഹചര്യം, മുക്കുവന്മാരാ, കടലൊക്കെ അറിയാം, പക്ഷേ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സന്ദർഭം വരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ യാത്ര അനുഭവങ്ങളൊന്നും പലപ്പോഴും പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വരും കേട്ടോ. വരും. എത്ര വർഷം ശുശ്രൂഷയിലായിരുന്നോ, എത്ര വർഷം വിശ്വാസിയായോ, അതല്ല വിഷയം. പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത ജീവിതത്തെ ത്രട്ടൺ ചെയ്യുന്ന സാഹചര്യം വരും. സ്തോത്രം. ലൈഫ് ലെസൺസ് ഫ്രം ദ ലൈഫ് ത്രട്ടനിങ്. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് ത്രട്ടനിങ് എന്ന് പറഞ്ഞാൽ. തണ്ടു വലിച്ച് കുഴഞ്ഞു. പരിചയമില്ലാത്ത സിറ്റുവേഷൻ. ഇനിയും ഈ നടുക്കടലിൽ മുങ്ങുക മാത്രമേ ഉള്ളൂ. ഇതാ ഒരുവൻ വരുന്നു. ടീച്ചർ വന്നു ക്ലാസ് റൂമിൽ. സ്റ്റുഡൻസ് വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആരോട് ചോദിക്കും എന്തുവായെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ടീച്ചർ വരുന്നു. ടീച്ചറിനെ മനസ്സിലായില്ലെന്നേ ഉള്ളൂ, അല്ലയോ? ടീച്ചറിനെ മനസ്സിലാകാത്തതുകൊണ്ട് എന്ത് വിളിച്ചു? നമ്മളാണെങ്കിലോ പാവത്താരെ പിടിപ്പിക്കാമെന്ന് വെച്ച് വന്നതാ. നാളെ പുള്ളി എന്നെ ഭൂതമെന്ന് വിളിക്കുന്നു. എന്നാ കുറച്ചുകൂടെ വെള്ളം കുടി. അവൻ വിട്ടില്ല. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നാം പറയേണ്ടതും പറയും, പറയണ്ടാത്തതും പറയും. യോബ് ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞെന്നേ. അവന് ജന്മദിനത്തെ ശപിച്ചില്ലേ? അതും ദൈവത്തോട് പറയുന്നത്. ദൈവമല്ല ജന്മം കൊടുത്തത്. ദൈവം അത് മുഖതാവിൽ എടുത്തില്ല. ചില സാഹചര്യങ്ങളിൽ നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ നീ പറയുന്ന അവൻ അറിയാം. കാരണം ഈ ക്ലാസ് റൂമിൽ കൂടെ വിട്ടതാ അവൻ നിന്നെ. അവനും ഉണ്ടായിരുന്നു കൂടെ. സ്തോത്രം. ഭൂതമൊന്ന് വിളിച്ചു. സാരമില്ല, നിങ്ങൾ എന്നെ ഭൂതമൊന്ന് പിടിച്ചില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ല. ഫിയർ നോട്ട്, ഐ ആം ഹിയർ. ഞാനിവിടെയുണ്ട്. എന്നോട് ചേർന്ന് പഠിക്കേണ്ട ക്ലാസ് അല്ല ഇത്. ഞാൻ ദൂരെ പോയാൽ പറ്റുമോ? ഐ ആം ഹിയർ, ഐ ആം ഹിയർ. പെട്ടെന്നൊന്നും അവിടെ വലിയ പ്രവൃത്തി നടന്നില്ല കേട്ടോ. പെട്ടെന്ന് നടന്നില്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിച്ചു എന്ന് വരികയില്ല. എന്ന് വിചാരിച്ച് ദൈവം നമ്മെക്കുറിച്ച് കൺസേൺഡ് അല്ലെന്ന് വരുന്നില്ല കേട്ടോ. അവിടെ ഒരു വിടുതലല്ലേ വേണ്ടത്. പെട്ടെന്ന് മുങ്ങാനുള്ള സാഹചര്യം. അന്നേരം 100 എന്ന് ഫിയർ നോട്ട്, ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ മതിയോ? ഓർക്കുന്നോ എൻ്റെ ഒരു മെസ്സേജ്? കറേജ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ക്രൈസിസ്, നോട്ട് ബിഫോർ, നോട്ട് ആഫ്റ്റർ, ഇൻ ദ മിഡിൽ ഓഫ് ക്രൈസിസ്. നേരത്തെ ധൈര്യമായിട്ടിരിക്കാൻ പറയാം. ഒരു പ്രശ്നം കഴിഞ്ഞിട്ടും ധൈര്യമായിട്ടിരിക്കാൻ പറയാം. പ്രശ്നത്തിൻ്റെ മധ്യ ധൈര്യം വേണ്ടത്. Be courageous. Why? I am here. ഞാനിവിടെ വന്നില്ലേ തിരിച്ച് ക്ലാസ് റൂമില്. പക്ഷെ അവർക്ക് പറയാം ഇത് ക്ലാസ് റൂം ഒന്നുമില്ല, നീ അതിന് അവിടെ നിൽക്കുമല്ലേ. പത്രോസ് നമ്പർ 1, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഓർക്കുന്നുണ്ടോ പോയിന്റ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമേ, നിനക്ക് ഒരു വിടുതലിന് മുമ്പേ ആവശ്യം ദൈവ സാന്നിധ്യമാണ്. ഇവിടെ ആരാധിക്കുകയും ഇവിടെ പാടുകയും ഇവിടെ പ്രാർത്ഥിക്കുകയും ഈ വന ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനാ. ഞങ്ങളൊരു സഹായമായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് കരങ്ങളെ അടിച്ചും കരങ്ങളെ ഉയർത്തിയും ദൈവത്തെ സ്തുതിക്കാനൊക്കെ പറയും. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി വേറൊന്നുമല്ല. ദ പ്രസൻസ് ഓഫ് ഗോഡ്, അതാണ് ഒന്നാമത്തെ ആവശ്യം. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്. എത്ര ബിസിയാണെങ്കിലും ഒരു വാക്കിൽ പ്രാർത്ഥന, കർത്താവേ നിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ അനുവദിക്കരുത്. ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത്. നമ്പർ 2, നീ ആണെങ്കിൽ അതൊരു ക്ലാസ്സാ കേട്ടോ. എങ്ങോട്ടാ പോകുന്നേ? ഈ വഴി നീ ഇതുവരെയും പോയിട്ടില്ലല്ലോ. ഇതുവരെയും പോകാത്ത വഴിയിൽ കൂടെ
നിനക്ക് പോകുവാൻ കഴിയുമെന്നുള്ള ക്ലാസ് അല്ലേ അത്? ഇതുവരെയും പോകാത്ത വഴിയിൽ കൂടെ നിനക്ക് പോകുവാൻ കഴിയും. എല്ലാവർക്കും കഴിയത്തില്ല പൈതലേ, നിനക്ക് കഴിയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചെങ്കടലിൻ്റെ മധ്യമുള്ള വഴി പ്രൈവറ്റ് റോഡാ, പബ്ലിക്കിന് വേണ്ടിയുള്ളതല്ല, ജനത്തിന് വേണ്ടി മാത്രമാണ്. ജനം കടന്നു കഴിഞ്ഞപ്പോൾ ആ റോഡില്ല. പിന്നെ ബൈ ചാൻസ് ഫറവോനും സൈന്യവും ഇറങ്ങിയാൽ അവൻ്റെ നാശമാ. ഞാനാണ് ചോദിച്ചത്, എൻ്റെ ഫറവോനെ, അവരുടെ പ്രൈവറ്റ് റോഡല്ലേ, അങ്ങോട്ട് പോകാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇന്ന് ദൂതായിട്ട് കേൾക്കുക, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴി നിനക്ക് വേണ്ടി മാത്രമാണ്. ആരും ചിന്തിക്കാത്ത നിലയിൽ ദൈവം ഒരുക്കുമെന്ന് വിശ്വസിക്കാമോ? ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ വഴിയുണ്ട്. ഈ വഴി ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞല്ല പത്രോസ് ഇറങ്ങിയത്. കാരണം നാഥനെ കണ്ടാൽ പോകാത്ത വഴിയിലും അവനുണ്ട്. അതാണ് ക്ഷീണിച്ചു പോകരുത്, ഈ വഴിയിൽ അവനുണ്ടെന്നേ. പരിചയമില്ലെങ്കിലും വഴിയിൽ അവൻ നിപ്പുണ്ട്, ഇല്ലയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവൻ നിപ്പുണ്ടെന്ന്? ഉണ്ടെന്നേ. അതുകൊണ്ടല്ലേ ഇവിടെ വരെ വന്നത്. സ്തോത്രം. ഒന്ന് ദ പ്രസൻസ് ഓഫ് ഗോഡ്, രണ്ട് ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. എന്തോ പ്രൊവിഷൻ? നീയാണെങ്കിൽ ഐ ഡോണ്ട് നീഡ് എ ബോട്ട്. എനിക്കൊരു ചെങ്കാടമോ ഒരു ബോട്ടോ ഒന്നും വേണ്ട. ജസ്റ്റ് കമാൻഡ് മീ. ഈ പരിചയമില്ലാത്ത വഴിയിൽ എനിക്ക് നിന്റെ വചനം മതി. അതല്ലയോ എൻ്റെ അർത്ഥം? എനിക്ക് നിന്റെ വചനം മതി. Praise the Lord. The provision എന്തുവാ? The word of God. And the power. I can do all things through Christ who gives me strength. അതുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, നീ താണു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കണം. ആത്മാവ് പ്രാപിച്ചു എന്നാ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ച്. അതല്ലിത്. ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച വരുമ്പോൾ ശക്തി ലഭിക്കും. താണുപോകാൻ സാധ്യതയുണ്ട്. താണോ ഇല്ലയോ? താണു. യേശുവിനെ മാവത്ത് നോക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ താഴത്തില്ല എന്ന് നമ്മൾ പ്രസംഗിക്കും. കര നിൽക്കും ഞാനായി പ്രസംഗിക്കുന്നേ. പ്രസംഗിക്കാൻ എളുപ്പമാകട്ടോ, ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. ഇറങ്ങിയതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. എൻ്റെ പത്രോസ് ഇത്ര നീ ഇറങ്ങിയല്ലോ. പലപ്പോഴും താഴ്ന്നു പോകാവുന്ന സന്ദർഭങ്ങൾ ശുശ്രൂഷയെ വന്നിട്ടുണ്ട്. He lifted us up. Jesus lifted him up. അങ്ങനെ ഇരിക്കുന്നത്. അവൻ കൈക്ക് പിടിച്ചു ഉയർത്തിയ സമയം ഓർക്കുന്നുണ്ടോ? And the last point, purpose. They both went together on the water. വെള്ളത്തിൻ്റെ മേളിൽ. അത് ക്ലാസ്സാന്നേ. കാലിൻ്റെ താഴെ പലകയില്ലെങ്കിലും, വെള്ളം മാത്രമേ ഉള്ളെങ്കിലും, എല്ലാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിനെയും എതിരായിട്ട് എന്നോട് കൂടെ നടന്നാൽ ചെന്നെത്തും. Learn with me. എന്നോട് കൂടെ പഠിക്ക്. This is a classroom. And one more. അയ്യോമേ, ഇന്നും പറ്റത്തില്ലല്ലോ. A lesson at Gethsemane. അവിടെയാണ് നമ്മൾ തുടങ്ങിയത്, അവിടെയാണ് വന്ന് അവസാനിച്ചത്. ലാസ്റ്റ് ലെസനാ. ഗെത്സമനെ കഴിഞ്ഞിട്ടൊരു ലെസൺ. കഴിഞ്ഞ ആഴ്ച മുതൽ ലാസ്റ്റ് സഭായോഗം ഏതായിരുന്നു? കൂടാരപ്പെരുന്നാൾ. താങ്ക് യു സിസ്റ്റർ. ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. കൂടാരപ്പെരുന്നാൾ.
ഇനി ഒരു സഹായവും ഇനി ഒരു ക്ലാസ് റൂമും ഇല്ലെന്നേ. ഗെത്സമന പെട്ടെന്ന് പറഞ്ഞെടുത്ത നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. നമ്പർ 1, ഗെത്സമനയിൽ 11 പേരെ കൊണ്ടുപോയി. 12 ഇല്ല. ഒത്തുകോട്ട് പോയിരിക്കുക, ബിസിനസ്സിന് പോയിരിക്കുക, 10-30 കാശ് കിട്ടും. ഇവൻ അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും, എനിക്ക് പൈസ കിട്ടും. ഇവൻ നസ്രയനല്ലയോ, ഇവൻ മഹിഷിക ഇല്ലയോ, ഇവൻ രാജാവാകാൻ പോകുന്നു, ഇവനെ ആരും പിടിക്കത്തൊന്നുമില്ല, എനിക്ക് കാശ് കിട്ടും. പോട്ടെ, ഞാനൊക്കെ പറഞ്ഞേ ഉള്ളൂ. 11 പേരെ അവിടെ എത്തിയിട്ട് നിങ്ങളിവിടെ ഇരിക്കുക. അവൻ എങ്ങോട്ട് പോകുന്നവൻ അറിയാമോ? ഗെത്സമന, എ പ്ലേസ് ഓഫ് ക്രഷ്. അവൻ്റെ സങ്കടങ്ങളൊന്നും യു കാൺ ഷെയർ ഓൾ യുവർ ട്രബിൾസ് വിത്ത് എവരി വൺ. എല്ലാവരോടും പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? പറഞ്ഞു കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു. കേൾക്കുന്ന പോലെ ഒരു വിഷയം വരുമ്പോൾ ഇവനെപ്പറ്റി 2 വാക്ക് പറയാമല്ലോ എന്നാ. ഇത് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. 2, യു നീഡ് സം വൺ ടു ഷെയർ വിത്ത്. ആരെങ്കിലുമൊക്കെ വേണം. ആരെയും വേണ്ടെന്ന് പറഞ്ഞാൽ അത് കൂട്ടം വിട്ട് നടക്കുന്നവൻ, സ്വാർത്ഥതയെ ഇച്ഛയെ അന്വേഷിക്കുന്നതുകൊണ്ടാണ്. ഇനി കൂട്ടവും വേണ്ട, ഇനി സഭയും വേണ്ട, വീടും സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ്. ബൈബിളിൽ അതിന് വചനമില്ല കൂട്ടം വിട്ട് നടക്കാൻ. സോ എനിക്ക് ഈ 11 പേരെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യപ്പെട്ടു. ഐ നീഡ് സംബഡി. യോഹന്നാൻ, യാക്കോബ്, പത്രോസ് 3 പേരെ വിളിച്ചു. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, ആ വാക്യത്തിലുണ്ട്, നിങ്ങൾ പിന്നീട് എടുത്താൽ മതി. 3, he opened his heart. അവൻ്റെ ഹൃദയം. നിങ്ങൾക്കറിയാമോ, യേശുവിന് 5 മുറിവുകളുണ്ടായിരുന്നു. പഞ്ചമുറിവുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഈ മുൾക്കിരീടം അടിച്ച മുറിവുകളോ? എനിക്ക് തോന്നുന്നത് കയ്യിലെ 2ഉം കാലിലെ 2ഉം ഇവിടുത്തെ 1 ആയിരിക്കും 5 പറയുന്നത്. എന്ത് വേണ്ട, നമ്മൾ അധികം വിമർശനമൊന്നും പോകരുത്. 5എങ്കിൽ 5, 10എങ്കിൽ 10, 1 ഉള്ളതാണ്. ഇതൊന്നും നമ്മൾ നിത്യതയെ ബാധിക്കുന്ന. കേട്ടോ, ഇപ്പം നിർത്തിക്കോളാം കേട്ടോ. കേട്ടോണേ, ഇന്ന് ഭജൻ കെ ബാജ് ഭോജൻ ബി ഹേ. या इसलिए थोड़ा देर होने से भी चलेगा. അച്ഛൻ പോലും പോകുന്നില്ലെന്നാ പറയുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഹല്ലേലൂയ, ഒരു സ്വന്തം പറയണേ. എവിടെയായിരുന്നു 5? പക്ഷേ ഞാൻ ഈ 5ഓ 10ഓ എത്ര, ഇതെല്ലാം കാണാവുന്ന മുറിവുകളായിരുന്നു. കാണാത്ത മുറിവ് ഹൃദയത്തിലാണ്. ആ മുറിവുകൾ പൊട്ടിയ രക്തമൊഴുകിയ ഓരോ രോമകൂപത്തിൽ കൂടെ രക്തം വന്ന് എന്താ ഹൃദയത്തിന്റെ മുറിവാ. പുറമേ ഉള്ളത് പലതും നീ ഓൾ റൈറ്റ് ഓക്കെ ആയി എന്ന് പറയുമ്പോഴും നിന്റെ ക്ലാസ് റൂമിൽ നിന്നെ ഇരുത്തി പഠിപ്പിച്ചവൻ നിന്റെ ഹൃദയത്തിന്റെ മുറിവ് അറിയുന്നുണ്ട്. ആർക്കും അറിയാത്ത കാര്യമാണ്. Nobody knows the wounds inside your heart. Everybody knows whatever they say or so. But there is a wound in your heart. അത് അറിയുന്നവൻ ആ ക്ലാസ് റൂമിൽ നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. അവന് മുറിവൊന്നുമില്ല. ഹൃദയം തുറന്നു. ഹൃദയവേദന കൊണ്ട് he opened up his heart to the disciples. Let me finish it first. You need a time alone. ഹൃദയം ഷെയർ ചെയ്ത് പോലും സമയത്ത് അവരും ഉറങ്ങിപ്പോയി. അവൻ ഒറ്റയ്ക്ക് നെടുമ്പാട് വീണു. Nobody was there. A time alone with his father. Do you have that kind of experience? ദൈവസന്നിധിയിൽ മാത്രം ഹൃദയം പകരുന്ന സാഹചര്യമുണ്ടോ?
ഒറ്റപ്പെട്ടു. അതൊക്കെ പിന്നീട് എപ്പോഴും അവൻ പറയാ ഐ ഹാവ് എ, ആ വാക്യം ഒന്ന് വായിക്കാമോ? 36, 39. പിതാവേ, ദാറ്റ് മീൻസ് ഐ ഹാവ് എ, എനിക്കൊരു പിതാവുണ്ടെന്നേ. ഇന്ന് എന്തുവാ ആണോണ്ടൊക്കെ പറയുന്നത് കേട്ടിന്ന്? But I know one thing, I have a father. ഈ ഭൂമിയിൽ ജന്മം തന്ന പിതാവ് ചില വർഷം 1991 ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് വരെയും മാറ്റമില്ലാത്തൊരു പിതാവ്. ഇത് അവനല്ല, ഇത് he himself is God. നാം വിളിക്കേണ്ട I have a father. അതുകൊണ്ടല്ലേ Lord teach us to pray എന്ന് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. You have a relationship with your father. If he is your father, you are his children. യേശു പറഞ്ഞു ഒരൽപ്പം കഴിയുമ്പോൾ നിങ്ങളെല്ലാം ചിതറിപ്പോകും. Everybody of you going to go away from me. I am going to be alone. ഞാൻ ഒറ്റയ്ക്കാകും. അടുത്ത വാക്ക് കേൾക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ലതാനും, പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾക്കൊന്ന് പറയാമോ? ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറയാമോ? പിതാവ് എന്നോട് കൂടെയുണ്ട്. 6 അടുത്ത് പറയും യു ആർ ഏബിൾ. നമ്മൾ ആരാധിക്കുന്ന ദൈവം കഴിവുള്ളവനാ. ഇളകി മറിയുന്ന സാഹചര്യത്തിൻ്റെ മധ്യേ സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ള ഏകജ്ഞാനിയായ ദൈവം. 7 ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? ഏതിനിൽ പറ്റിയ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക പുത്രൻ. പഴം തിന്നപ്പോൾ നിന്റെ ഹിതം വേണ്ട, ഞാൻ പൊയ്ക്കോളാമെന്നാ പറഞ്ഞത്. പുത്രൻ അത് തിരിച്ചു പറഞ്ഞു, നിന്റെ ഹിതം മതിയെന്ന്. And 8 your will, നിന്റെ ഇഷ്ടം മതി. 9 കൂടെ കാണുമെന്ന് തോന്നുന്നത് പോലും കാണത്തില്ല. ഹലോ, കൂടെ കാണുമെന്ന് തോന്നിയ ആരാ? അവരിപ്പോ എന്തെടുക്കുക? He was alone. And the last point, the angel appeared to strengthening him. എല്ലാവരും മാറി നിൽക്കുമ്പോൾ നിന്നെ അറിയുന്ന ഒരുവൻ. There is a God when everybody departs from you. The angel appeared there at the classroom of Gethsemane. ഗെത്സമനയിൽ ഏഞ്ചൽ വന്നു. എന്തിനാ? To strengthening him. ഗെത്സമനയിൽ ഏഞ്ചൽ വന്നെങ്കിൽ പുതിയ നിയമ വിശ്വാസി അടുത്ത് പരിശുദ്ധാത്മാവ് വന്നത്. To give you power and strength. I can do all things through Christ who strengthens me. എല്ലാവർക്കും അറിയാം. He asked 3 times. Then God said, my grace is sufficient for you. Therefore, most gladly I will rather boast in my infirmities, that the power of God, that the power of Christ may rest upon me. വാക്കുകൾ ചുരുക്കാം. കഴിഞ്ഞോ? ചുരുക്കുകയാണല്ലോ. ഇതാ ലാസ്റ്റ് വായിച്ച വാക്യം. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാനല്ല. The grace of God
which was with me. അവനോട് കൂടെ നീ ലെസൺ പഠിച്ചാൽ ആ കൃപ നിന്നോട് കൂടെ ഇരിക്കും. ഒന്ന് എഴുതേക്കാമോ? നിന്റെ കൂടെ നടക്കുന്ന, സഞ്ചാരിയായി കൂടെ നടക്കുന്ന, സാവകാശം ധ്യാനിച്ചൊരു പാട്ട് പാടിയിട്ട് ഇംഗ്ലീഷ് സർവീസിലേക്ക് പോവുകയാണ്. നാം ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടെ ഒരുവനുണ്ട്. ഒന്ന് യേശു, രണ്ട് പരിശുദ്ധാത്മാവ്. സഞ്ചാരി നീ കൂടെ വാ. ചേർന്ന് പാടിയൊന്ന് ആരാഴ്ചന് ശേഷം നമുക്ക് അടുത്ത സർവീസിലേക്ക് കടക്കാം. ആത്മവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ തളർന്നേറ്റവും ആശയറ്റ നേരവും ക്രൂശിലേറ്റം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ കൃപയിൽ ഞാനോളിക്കും നേരത്തിൽ ചേർന്നാർത്തി പൂർണ്ണമേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയമേ. ഓ താൻ മാത്രം ആമേരത്തും എന്നെ ആഴം കടത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വനത്തിൽ കൂടെ സാവധാനത്തിൽ. ഓ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിമ്പമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അന്ത്യം വരെ നമ്മെ നടത്താം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. Praise the Lord.